കൊങ്കണിൽ എഞ്ചിനീയറിംഗ് വിസ്മയം വിജയകരമായി പൂർത്തിയാക്കി മലയാളികൾ. മഹാരാഷ്ട്രയിലെ ദാബോളിൽ LNG ടെർമിനലിലേക്ക് ശക്തമായ തിരമാലകൾ അടിച്ചുകയറുന്നത് തടയാൻ അറബിക്കടലിൽ 2.3 കിലോമീറ്റർ ദൂരത്തിൽ പടുകൂറ്റൻ മതിൽ നിർമ്മിച്ചത് മലയാളികളായ ടോമി മാത്യു, ടിജു മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ്. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ദ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതി ടെർമിനലിന് അനുബന്ധമായാണ് ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചത്. മഴക്കാലത്ത് കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ അതിശക്തമായി തിരമാലയടിക്കും. ഇതുമൂലം 5 മാസം LNGയുമായി എത്തുന്ന കപ്പലുകൾക്ക് ടെർമിനലിൽ അടുക്കാൻ കഴിയില്ല. തിരമാലകളെ തടയാനാണ് തീരത്ത് നിന്ന് 2.75 കിലോമീറ്റർ ദൂരെ ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചത്. ഗെയിലിന്റെ ഉപസ്ഥാപനമായ കൊങ്കൺ LNG ലിമിറ്റഡാണ് രത്നഗിരി ജില്ലയിലെ ദാബോളിൽ ടെർമിനൽ നിർമ്മിച്ചത്. കോതമംഗലം സ്വദേശിയായ ടോമി മാത്യുവാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ചീഫ് ജനറൽ മാനേജറും. കൊച്ചി മംഗളൂരു LNG പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. L&T ഹെവി സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചത്. ചങ്ങനാശ്ശേരി സ്വദേശി ടിജോ മാത്യുവാണ് L&T ഹെവിയുടെ മറൈൻ വിഭാഗം മേധാവി. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിലിൽ ബിടെക് നേടിയവരാണ് ഇരുവരും. ടോമി 1987-ലും ടിജോ 2001-ലുമാണ് പുറത്തിറങ്ങിയത്. 2013-ലാണ് ടെർമിനൽ കമ്മീഷൻ ചെയ്തത്. ബ്രേക്ക് വാട്ടർ നിർമ്മിക്കാൻ കരാറെടുത്ത അമേരിക്കൻ കമ്പനിയായ എൻവിറോ 500 മീറ്ററായപ്പോൾ പിന്മാറി. 2020-ൽ ഏറ്റെടുത്ത 1.8 കിലോമീറ്റർ നിർമ്മാണമാണ് L&T പൂർത്തിയാക്കിയത്. കടലിൽ കല്ലുകളിട്ട് അടിത്തറ സ്ഥാപിച്ചു. അതിനു മുകളിൽ വലിയ കല്ലുകൾ സ്ഥാപിച്ച് മതിലുയർത്തി. കൂട്ടിയോജിപ്പിക്കാവുന്ന കോൺക്രീറ്റ് നിർമ്മിച്ച അക്രോപോഡുകൾ മതിലിന് ചുറ്റുമുറപ്പിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 22 ടൺ ഭാരമുള്ളതാണ് പോഡുകൾ.